പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തത് വീണുകിട്ടിയ ആയുധമാക്കി CPM പ്രയോഗിക്കുമ്പോൾ കോൺഗ്രസിലെ സീറ്റ് മോഹികളും കൊല്ലത്ത് കളം പിടിക്കാൻ ശ്രമം ആരംഭിച്ചു. RSPയിൽ നിന്നും കൊല്ലം സീറ്റ് തിരിച്ചെടുത്ത് INTUCക്ക് നൽകണമെന്നാണ് കോൺഗ്രസിൽ ചിലരുടെ ആവശ്യം. ഈ അവകാശവാദങ്ങൾക്ക് മറുപടിയുമായി പ്രേമചന്ദ്രനും രംഗത്തെത്തി. കൊല്ലത്ത് പ്രേമചന്ദ്രന് ഒത്തൊരു എതിരാളിയെ തേടി തലപുകയ്ക്കുകയാണ് CPM. ഏതുവിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ സ്വരാജിനെ അടക്കം പരിഗണിക്കുന്നുമുണ്ട്. ഇതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പ്രേമചന്ദ്രൻ പങ്കെടുത്തത് രാഷ്ട്രീയ ആയുധമായി CPMന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ നിന്നും പ്രേമചന്ദ്രന് മാത്രം ക്ഷണം ലഭിക്കുകയും സൗഹൃദ വിരുന്നിൽ പ്രേമചന്ദ്രൻ പങ്കെടുക്കുകയും ചെയ്തതിനെതിരെ കഴിഞ്ഞ മത്സരത്തിലെ എതിരാളിയും ഇന്ന് സംസ്ഥാന മന്ത്രിയുമായ ബാലഗോപാൽ തന്നെ രംഗത്ത് വന്നു. തൊട്ടുപിന്നാലെ CPMൽ നിന്നു തന്നെ എളമരം കരീമും. എന്നാൽ ബാലഗോപാലിന്റെ പ്രസ്താവന കഴിഞ്ഞ തവണത്തെ തോൽവിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ കരീമിന്റെ ലക്ഷ്യം വർഗീയ ധ്രുവീകരണമാണെന്നും മറുപടി നൽകി. ഒരു പ്രധാനമന്ത്രിയുമായി ഉച്ചയൂണിൽ പങ്കെടുത്തു അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം എന്നതിൻ്റെ പേരിൽ എളമരം കരീമിനെ പോലെ ഒരാളെ കൊണ്ട് പ്രസ്താവന ഇറക്കിപ്പിച്ച് മതപരമായ ചേരിതിരിവിനും മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിനും ന്യൂനപക്ഷ സ്വാധീനത്തിനും വഴിയൊരുക്കുന്ന ഇത്രയും നിലവാരമില്ലാത്ത ഈ പാർട്ടി എന്ത് വർഗരാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയമല്ലേ ഇവർ പിന്തുടരുന്നത്? പിണറായിയുടെ പരനാറി പ്രയോഗം പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ CPMന്റെ സംഖ്യപ്രയോഗം 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്കാണ് പ്രേമചന്ദ്രനെ കൊണ്ടെത്തിച്ചത്. ഈ സാഹചര്യത്തിൽ വിരുന്നു വിവാദത്തിലും പാർട്ടി ജാഗ്രത പുലർത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിർദ്ദേശം. അതേസമയം കൊല്ലം സീറ്റിൽ കണ്ണുവെച്ച് INTUCയും രംഗത്തെത്തിയിട്ടുണ്ട്. കൊല്ലമടക്കം 2 സീറ്റുകൾ ആവശ്യപ്പെട്ട INTUC കൊല്ലത്ത് സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കണമെന്നാണ് വാദമുയർത്തുന്നത്. ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ UDF ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായും കൊല്ലം സീറ്റ് RSPക്ക് തന്നെയാണെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.